ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ മാപ്പ് എങ്ങനെ നമ്മൾക്ക് നെറ്റില്ലാതെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ട് കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗൂഗിളിലെ മാപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അതായത് നമ്മുടെ മാപ്പിൽ അതിൽ സെറ്റിങ്സിൽ പോയാൽ ഓഫ്ലൈൻ മാപ്സ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് നിശ്ചിത ഭാഗം, ഇപ്പം നിങ്ങളിപ്പം നമ്മൾ കേരളത്തിലാണ്, അപ്പോൾ കേരളം മൊത്തം വരുന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഭാഗത്തെ മാപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മളങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നെറ്റില്ലാതെ തന്നെ കൃത്യമായിട്ടും ഓരോ സ്ഥലത്തേക്ക് എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളും റൂട്ടും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ അധിക പേർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്തു, അപ്പോൾ നിങ്ങൾക്കറിയാം മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോഴെന്താണ് ഭയങ്കരമായിട്ട് നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ തീർന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഇത്തരത്തിൽ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ റൂട്ട് ഓൺ ചെയ്യുക, ഡയറക്ഷൻസ് എല്ലാം ഓൺ ചെയ്ത് ലൊക്കേഷൻ ഓൺ ചെയ്ത ശേഷം സ്റ്റാർട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്താലും കൃത്യമായിട്ട് നിങ്ങൾ പോകുന്ന വഴികളൊക്കെ GPS ലൊക്കേഷൻ വെച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ GPS തുടക്കത്തിലുള്ള ഒരു പോയിന്റ് ഗൂഗിൾ മാപ്പിനെ കൊടുക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ GPS ലൊക്കേഷൻ എപ്പോഴും സാറ്റലൈറ്റ് വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലൊക്കേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പവറൊക്കെ ഫോൺ തന്നെ ഉപയോഗിച്ചോളും. അതല്ലാണ്ട് നെറ്റ് ഉപയോഗിച്ചിട്ടല്ലാതെ ചെയ്യുന്നത് എന്താ പറയുക, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനാണ് GPS എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഡാറ്റ ആവശ്യമില്ല GPS അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഗൂഗിൾ മാപ്പ് എന്ത് ചെയ്യും, ഈ GPS നിന്ന് ലഭിക്കുന്ന സിഗ്നൽ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ എവിടെയാണെന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കും. അതായത് നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓഫാക്കി വെച്ചാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കാറ് പോകുന്നതും അവിടെ എത്തുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മൊബൈൽ ഡാറ്റ ഇല്ലാതെ എന്താ പറയുക, ഈ പറയുന്ന ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാം. അതല്ലാതെ നമ്മളിപ്പം ഒരു മാപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 200 MB 250 MB നിങ്ങൾ എത്ര ഏരിയ സെലക്ട് ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ട് മാത്രമാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതിനുള്ള വീഡിയോ ഞാൻ ഈ മൊബൈൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, അപ്പം നിങ്ങൾ ഫോണിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ വലത് സൈഡിൽ മുകളിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം, അവിടെ ടാപ്പ് ചെയ്യാം. ഇതിൽ നിന്ന് നമ്മൾ ഓഫ്ലൈൻ മാപ്പ് എടുക്കുക. അവിടെ സെലക്ട് യുവർ മാപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മൾക്കവിടെ ഈ സ്ക്രീനിൽ കാണുന്ന പോർഷന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ, ഒരു പ്രത്യേകമായിട്ടൊരു കളർ വരുന്നത്, അത്രയും ഭാഗത്തെ മാപ്പ് ഡൗൺലോഡ് ആവും. അപ്പോൾ എൻ്റെ വീട് കണ്ണൂരാണ്. അപ്പം ഞാൻ സാധാരണയായിട്ട് യാത്ര ചെയ്യുന്നത് മംഗലാപുരം മുതൽ കോഴിക്കോടിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളിലാണ്. അപ്പം അത്രയും ഏരിയ വരുന്ന ഒരു പോർഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എത്രത്തോളം വലിയ പോർഷൻ സെലക്ട് ചെയ്യുന്നോ അത്രത്തോളം ഡൗൺലോഡ് ഫയൽ സൈസ് കൂടും. അതിൻ്റെ അപ്പുറം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫയൽ സൈസ് കാണിക്കുന്നത് ഇത്ര MB എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾക്ക് വേണ്ട സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വേറെ മാപ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്നിൽ തന്നെ എല്ലാ സ്ഥലവും ഉൾക്കൊള്ളിക്കണം എന്നൊന്നുമില്ല, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സ്ഥലങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഇവിടെ കാണിക്കുന്നത് ഡൗൺലോഡ് ഏകദേശം 115 MB ആണെന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് നമ്മൾക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടി ഏരിയ കൂട്ടുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 170 MB ആയിട്ടുണ്ട്. നമ്മൾക്കിവിടെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡൗൺലോഡ് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അത് വൈഫൈയിലാണ് മാപ്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ വട്ടവും വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ അപ്ഡേഷൻ എന്തില്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. പുതിയ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്ത് അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആഡ് മാപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്നുകൂടി എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലം കൂടി എടുക്കാം. ഫോർ എക്സാമ്പിൾ ബാംഗ്ലൂർ അധികം പേരും പോകുന്ന സ്ഥലമാണ്. നിങ്ങൾ ഏതാണോ പോർഷൻ ആ ഒരു പോർഷൻ സേവ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിലും നമ്മൾക്ക് സ്ഥലങ്ങൾക്ക് സെർച്ച് ചെയ്യാനും കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല. നമ്മളെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ MB വളരെയധികം കൂടുതലാണ്, ഡീറ്റെയിൽസ് കൂടുതലായതുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തത് ഏകദേശം 600 MB മുകളിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെയ്ത മാപ്പ് നമുക്ക് റീനെയിം ചെയ്യാം. ഓപ്ഷൻ എടുക്കുക, 3 ഡോട്ട്സിൽ റീനെയിം ഓപ്ഷൻ ഉണ്ട്, അത് റീനെയിം ചെയ്യാം. നമുക്ക് മാനുവലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പം ഇത് ഇത്രയേ ഉള്ളൂ, ഇത് പ്രത്യേകിച്ചൊന്നും വേറെ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഓഫ്ലൈൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ഈ ഒരു ട്രിക്ക് നിലവിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്, അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പം മാപ്പ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഫസ്റ്റത്തെ കണക്ഷൻ റെഡിയാക്കുന്ന വരെ മാത്രമേ നമ്മൾക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ലൊക്കേഷൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലം സെർച്ച് ചെയ്ത് നമുക്ക് ലൊക്കേഷൻ സെറ്റ് ചെയ്യാം, അതായത് ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ
നമ്മളിവിടെ മാത്തിൽ ജുമാ മസ്ജിദ് അതാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അങ്ങോട്ടുള്ള ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾക്ക് നെറ്റ് ഓഫ് ചെയ്യാം. ഇവിടെ കാണാം വേറൊന്നും കണക്ഷൻ ഇല്ല, മൊബൈൽ ഡാറ്റ മാത്രമേ ഉള്ളൂ. അത് ഓഫ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ പതുക്കെ നമ്മളെ വണ്ടി അതിന് മൂവ് ചെയ്ത് തുടങ്ങാം. ഇപ്പം വാഹനം മുന്നോട്ട് പോകുന്നുണ്ട്. മാപ്പിൽ അത് ചെറുങ്ങനെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, കണ്ടില്ലേ? അപ്പം നെറ്റ് ഇല്ലെങ്കിലും ഈ ഒരു നാവിഗേഷൻ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. ഇത് ഫോൺ ഡയറക്റ്റ് സാറ്റലൈറ്റായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണോ അല്ല ആ ഒരു പോയിന്റ് കിട്ടിയതിന് ശേഷം ഫോണിൻ്റെ നീക്കങ്ങൾ മാപ്പിൽ രേഖപ്പെടുത്തുന്നതാണെന്നുള്ളത് ശരിക്കും എനിക്കറിയില്ല. എനിക്ക് തോന്നി ഒരുപക്ഷെ അതായിരിക്കാം, അല്ലാതെ ഡയറക്റ്റായിട്ട് സാറ്റലൈറ്റ് കണക്ഷൻ കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. എന്നിരുന്നാലും ഓഫ്ലൈനായിട്ട് നമുക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിക്കാനും ഇതുപോലെ തന്നെ നമുക്ക് പോകാനൊക്കെ സാധിക്കും. ഇപ്പം ലോങ് ഡ്രൈവ് പോകുമ്പോൾ നമ്മൾ ആ ഫോണിൽ ബാറ്ററി കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതേപോലെ ഓഫ് ചെയ്ത് വെക്കാം. കാരണം ഒന്നാമത് നമ്മൾ പുറത്ത് വെക്കുമ്പോൾ നല്ല വെയിലായിരിക്കും. ബൈക്കിലൊക്കെ പോകുമ്പോൾ മൊബൈൽ ഡാറ്റയും കൂടി ഓൺ ആണെങ്കിൽ പെട്ടെന്ന് ചാർജ് തീരും. കുറച്ച് പഴയ ഫോണാണെങ്കിൽ പറയും വേണ്ട. സോ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? എളുപ്പത്തിൽ ട്രാവൽ ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നെറ്റില്ലാതെ എന്നല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തുടക്കത്തിന് മാത്രം നമുക്ക് ഇൻ്റർനെറ്റ് ഉണ്ടായാൽ മതി, ബാക്കിയുള്ള സമയത്ത് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതിൽ നമ്മളിപ്പം ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത മാപ്പുകളുണ്ട്. അതൊക്കെ നമ്മൾക്കിപ്പം നെറ്റിലെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. നമ്മളിപ്പം ട്രെയിനിലൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് നെറ്റ്വർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പെട്ടെടുക്കുന്ന സമയത്തും നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു സ്ഥലത്ത് ദൂരെ അറിയാനോ മറ്റോ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഇതുപോലെ സെർച്ച് ചെയ്യാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഏരിയയിലാണ് ആ സ്ഥലമെങ്കിൽ നമുക്ക് ദൂരെ അറിയാനും അതുപോലെ തന്നെ മറ്റുള്ള ഡീറ്റെയിൽസുകൾ അറിയാനൊക്കെ സാധിക്കും. എത്ര കിലോമീറ്റർ ഉണ്ട് തുടങ്ങിയിട്ടുള്ള റൂട്ടുകൾ ഏതൊക്കെയാണെന്ന് അതൊക്കെ നമുക്ക് ഈ ഓഫ്ലൈൻ മാപ്പിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം. ഇത് ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ്. ആദ്യം ഒന്നുകൂടി പറയുന്നത്, കാരണം ഒരുപാട് പേര് കമൻ്റ് ആയിട്ട് വരും ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഗൂഗിളിൻ്റെ ഓഫ്ലൈൻ ഡാറ്റ അല്ലെങ്കിൽ ഓഫ്ലൈൻ മൊബൈൽ മാപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റില്ലാ സ്ഥലത്തൊക്കെ ആണെങ്കിൽ പോലും കൃത്യമായിട്ട് നമുക്ക് ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ലോങ് ഡ്രൈവ് പോവുകയാണെങ്കിൽ നമ്മളെ മാപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓഫ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള GPS ലൊക്കേഷൻ അപ്ഡേറ്റ് ലഭിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഗൂഗിൾ മാപ്പിന് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മൊബൈൽ ഡാറ്റ ഓൺ ആക്കിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഓഫ് ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഉണ്ടായ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഉണ്ടായ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.